ദൈവത്തെ പരീക്ഷിക്കരുത്. പുറപ്പാട് 15:1-18 വരെ. ധ്യാനത്തിനായിട്ട് 6-ാം വാക്യം. യഹോവേ, നിന്റെ വലങ്കൈ ഫലത്തിൽ മഹത്വപ്പെട്ടു. യഹോവേ, നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. ലോകത്തിൽ 2 തരം മനുഷ്യരുണ്ടെന്ന് ശ്രീരാമകൃഷ്ണ മഹർഷി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു കൂട്ടർ ചിന്തയിലൂടെ ഈശ്വരനെ അറിയുന്നവരാണ്. അവരെ ജ്ഞാനികൾ എന്ന് വിളിക്കുന്നു. ദൈവശാസ്ത്ര തത്വങ്ങൾ മനനം ചെയ്ത് അവയുടെ ഇഴകൾ ഓരോന്നും അഴിച്ചെടുത്ത് പരിശോധിച്ച് അവർ ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുന്നു. എന്നാൽ വേറൊരു കൂട്ടരുണ്ട്. അവർ ഈശ്വരനോടുള്ള അനുരാഗത്തിന് സ്വയം അർപ്പിച്ചവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഇക്കൂട്ടരെ പ്രേമികൾ എന്ന് വിളിക്കുന്നു. ഐഹിക ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളിൽ ദൈവം അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നവർ വിശ്വസിക്കുന്നു. മറികടന്നു പോകുവാൻ കഴിയാത്ത ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഈ 2 കൂട്ടരും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് വിശദീകരിക്കുവാൻ ഒരു ഉദാഹരണ കഥ ശ്രീരാമകൃഷ്ണ മഹർഷി ഒരിക്കൽ തൻ്റെ അന്തേവാസികളോട് പറയുകയുണ്ടായി. ഒരിക്കൽ ഒരു ജ്ഞാനിയും ഒരു പ്രേമികനും കൂടി കാട്ടിൽ കൂടി നടന്ന് പോവുകയായിരുന്നു. കുറേ ദൂരം മുമ്പോട്ട് ചെന്നപ്പോൾ ഒരു കടുവ വഴിയിൽ നിൽക്കുന്നതായി കണ്ടു. ആ ഹിംസ്ര ജന്തുവിൽ നിന്ന് ഓടി രക്ഷപ്പെടാമെന്ന് പ്രേമികൻ പറഞ്ഞു. എന്നാൽ ജ്ഞാനി പറഞ്ഞു, എന്തിന് നാം ഓടുന്നു? ദൈവം കൂടെയില്ലേ? അവിടുന്ന് നമ്മെ രക്ഷിക്കും. താത്വികമായി ആലോചിച്ചാൽ ജ്ഞാനി പറഞ്ഞത് ശരിയല്ലേ? എന്നാൽ ക്രൂരജന്തുവിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനാണ് ദൈവം നമുക്ക് കാലുകൾ തന്നിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ജ്ഞാനി മറന്നുപോയി. കാട്ടിലെ തളിരിലകളും പുൽക്കൊടിയുടെ ഇളം നാമ്പുകളും തിന്ന് വളരുന്ന മാനും മൊയിലുമെല്ലാം ദുർബല ജന്തുക്കളാണെങ്കിലും അവയ്ക്ക് ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനുള്ള ബലം അവയുടെ പിൻകാലുകൾക്ക് നിയതി നൽകിയിട്ടുണ്ട്. അതുപോലെ മനുഷ്യനും നിരവധി അനുഗ്രഹങ്ങൾ ദൈവം ദാനം ചെയ്തിരിക്കുന്നു. അവ ഉപയോഗിക്കാതെ ദൈവം കാത്തുകൊള്ളുമെന്ന് പറഞ്ഞ് കൈ കെട്ടിയിരിക്കുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവ നിഷേധമാണ്. യേശു ദൈവപുത്രനാണെന്നുള്ള യാഥാർത്ഥ്യത്തിൽ സംശയം ജനിപ്പിക്കുക എന്നതായിരുന്നു പരീക്ഷകനായ സാത്താൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ സാത്താൻ യേശുവിനോട് പറഞ്ഞു, അങ്ങ് ദൈവപുത്രനാണല്ലോ, ദൈവദൂതന്മാർ അവരുടെ കൈകളിൽ അങ്ങയെ വഹിച്ചുകൊള്ളും എന്നും സാത്താൻ പറയുകയുണ്ടായി. താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ ഇതൊരു നല്ല സന്ദർഭമായിരുന്നു എന്ന് സാധാരണക്കാർ ചിന്തിച്ചേക്കാം. വേദശാസ്ത്രം ശരിക്കു പഠിച്ച ഒരു ജ്ഞാനി മാത്രമായിരുന്നു യേശുവെങ്കിൽ സാത്താൻ്റെ പ്രലോഭനത്തിൽ വീണുപോകുമായിരുന്നു. എന്നാൽ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന വേദവാക്യം ഉദ്ധരിച്ചുകൊണ്ട് യേശു സാത്താനെ പരാജയപ്പെടുത്തി. ദൈവസ്നേഹത്തിന് സ്വയം സമർപ്പിച്ചിട്ടുള്ള പ്രേമികൾ ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കുകയില്ല. ദൈവം തങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിൽ അവർ ഉറച്ച് വിശ്വസിക്കുന്നു. പഠിക്കുവാനുള്ള പാഠങ്ങൾ ശരിക്ക് പഠിക്കാതെ പരീക്ഷ എഴുതുവാനുള്ള പേന പ്രാർത്ഥനാപരമുള്ളവരുടെ അടുക്കൽ കൊണ്ടുചെന്ന് പ്രാർത്ഥിപ്പിച്ച ശേഷം പരീക്ഷ എഴുതുവാൻ പോകുന്ന വിദ്യാർത്ഥികൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പുതുതായി മോട്ടോർ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ദൈവാലയത്തിൽ കൊണ്ടുചെന്ന് പൂജ നടത്തിയ ശേഷം റോഡിലിറക്കിയാൽ മദ്യപന്മാരായ ഡ്രൈവർമാർ ഓടിച്ചാലും അപകടമുണ്ടാകുകയില്ല എന്ന് ധരിക്കുന്നെങ്കിൽ അതും ദൈവത്തെ പരീക്ഷിക്കുകയല്ലേ? ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. നാം ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കിയുള്ളത് ദൈവം നോക്കിക്കൊള്ളും. ഓർക്കണമേ, എല്ലാവരിലും സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും അംശമുണ്ട്. അതിനാൽ വിധി ദൈവത്തിനെ വിട്ടേക്കുക. 91-ാം സങ്കീർത്തനം 12-ാം വാക്യം. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിനെ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.